ഹായ് ഗെയ്സ്, ഞാനിപ്പോൾ ഇന്നൊരു ഷോർട്ട് വീഡിയോയിൽ വരാൻ കാരണം നാളെയാണ് രായനല്ലൂർ മലകയറ്റം. എല്ലാ വർഷവും മലയാള മാസം തുലാം 1-നാണ് രായനല്ലൂർ മലകയറ്റം. ഇപ്രാവശ്യം 2 ദിവസങ്ങളിലായിട്ടാണ് നാളുകൾ വരുന്നത്. അതായത് 18-ാം തീയതി ശനിയാഴ്ചയും 19-ാം തീയതി ഞായറാഴ്ചയും. നാളെയും മറ്റന്നാളും കാലത്ത് 6:30 തൊട്ടിട്ട് വൈകിട്ട് 6:30 വരെയാണ് ഇവിടെ മലകയറ്റം ഉണ്ടാവുക. അപ്പോൾ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, എറണാകുളം പല ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ വരാറുണ്ട്. ഞാനിപ്പോൾ ഒരു 3-4 വർഷം അടുപ്പിച്ച് പോയി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയില്ല. വളരെ പ്രസിദ്ധമാണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ രായനല്ലൂർ പറഞ്ഞ സ്ഥലം. രായനല്ലൂർ ഇപ്പോൾ നടുവട്ടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വേണം മലയുടെ മുകളിൽ എത്താൻ. അവിടെ ഒരു ദേവീക്ഷേത്രം ഉള്ളത്, പിന്നെ ഒരു നമ്മളെ നാരായണഭ്രാന്തൻ്റെ ഒരു പ്രതിമയും ശില്പമുണ്ട്, അതാണ് അവിടെ കാണാനുള്ളത്. പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാരായണഭ്രാന്തൻ താമസിക്കുന്ന തറവാടും അവിടെ നാരായണഭ്രാന്തൻ്റെ ചങ്ങലക്കിട്ട ചങ്ങല, മറ്റുള്ള കുറച്ച് പുരാണ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയും. അത് കുറച്ച് അമ്പലത്തിന് താഴോട്ട് ഇറങ്ങി പോകണം കേട്ടോ. പപ്പടപ്പടി വന്ന് ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ നേരെ കാട്ടുകുട മല കയറിയിട്ട് അമ്പലത്തിൻ്റെ മുകളിലെത്താം. വരുമ്പോൾ സ്റ്റെപ്പ് വഴി താഴത്തേക്ക് ഇറങ്ങി വരാം. പോകുമ്പോൾ മലയുടെ കൂടെ കയറി കാട്ടുകൂടെ പോയിട്ട് വരുമ്പോൾ സ്റ്റെപ്പ് കൂടെ ഇറങ്ങി വരികയാണ് ഏറ്റവും എളുപ്പം. അതായത് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ കൊപ്പം പട്ടാമ്പി പോണ ബസ് കയറിയിട്ട് കൊപ്പം എത്തുന്നതിൻ്റെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മുന്നേ ഇറങ്ങണം. നടുവട്ടം സ്റ്റോപ്പിൽ ഇറങ്ങാം, പപ്പടപ്പടി സ്റ്റോപ്പിൽ ഇറങ്ങാം, ഒന്നാന്തിപ്പടി സ്റ്റോപ്പിൽ ഇറങ്ങാം. ഈ 3 സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്പലത്തേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അമ്പലത്തിൽ നിങ്ങൾ ആ മല കയറണം. ആ പുണ്യഭൂമി ചവിട്ടി നമുക്ക് ചെയ്ത പാവങ്ങളൊക്കെ നമുക്ക് കഴുകിക്കളഞ്ഞു എന്നാണ്, ഇതുവരെ ചെയ്ത പാവങ്ങൾ കഴുകിക്കളഞ്ഞു എന്നാണ് ഇപ്പോൾ ഐതിഹ്യങ്ങൾ പറയുന്നത്. നാരായണഭ്രാന്തന് ദേവീ ദർശനം കിട്ടിയ സ്ഥലമാണെന്നാണ് ആളുകൾ പറയുന്നത്. അത് ഒരുപാട് ഭക്തജനങ്ങൾ നാളെ പല ജില്ലകളിൽ നിന്ന് ഒഴുകി വരും. അപ്പോൾ അതുകൊണ്ടൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ കഴിയുമെങ്കിൽ നാളെ മലകയറ്റത്തിന് വരിക. മല കയറിയിട്ട് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങുക. അതാണ് ഇപ്പോൾ വീഡിയോയിൽ കൂടെ എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് നാളെ കാണാം. ബൈ.